അപ്പം നമ്മൾ ഇന്ന് 2 വീഡിയോസ് നമ്മൾ അനാലിസിസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ ഒരു വ്യൂവിനനുസരിച്ചിട്ട് എൻട്രി കിട്ടിയാൽ മാത്രം, നിങ്ങളുടെ റിസ്ക് സെറ്റപ്പിനനുസരിച്ചിട്ട് എൻട്രി കിട്ടിയാൽ മാത്രം എൻട്രി എടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇപ്പം നമുക്ക് CDSLൻ്റെ ഒരു കംപ്ലീറ്റ് ചാർട്ട് അനാലിസിസ് നമുക്ക് നോക്കാം. അപ്പം ഈ ചാർട്ട് നമുക്കിപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. എന്നാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ചാർട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഈ ചാർട്ട് അല്ലെങ്കിൽ ഈ ഒരു ഷെയർ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് 2017 റേഞ്ചിലാണ്. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഓവറോൾ അപ് ട്രെൻഡാണെന്നും. അപ്പോൾ ഞാൻ മാക്സിമം എത്രയും പെട്ടെന്ന് തീർക്കാം അത്രയും പെട്ടെന്ന് ഞാൻ വീഡിയോ തീർക്കാം. കാര്യം ഇന്ന് തന്നെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഒരു സൺഡേ സ്പെഷ്യൽ വീഡിയോ വേണ്ടി ഞാൻ 2 വീഡിയോ ഇടും. അപ്പം ഒരുപാട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യത്തിലോട്ട് വരാം. നമുക്കിപ്പോൾ ഒരു സപ്പോർട്ട് വരയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സപ്പോർട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുന്നു. ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ അപ്പുറത്തുനിന്ന് പോയി. അപ്പോൾ അതെല്ലാം ക്ലിയറായിട്ട് നമ്മൾ വരയ്ക്കണം. ഇപ്പുറത്തുനിന്ന് പോയാൽ വീണ്ടും നമ്മൾ ക്ലിയറായിട്ട് ഒന്ന് നോക്കി വരയ്ക്കണം എപ്പോഴും. കാരണം നമ്മുടെ ഈ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് ഇപ്പോഴും നമ്മുടെ മെയിൻ. മറ്റേ തണ്ണീർമത്തൻ സിനിമയ്ക്കകത്ത് പറയുന്ന പോലെ ബുദ്ധിയാണ് സാറേ ഇവൻ്റെ മെയിൻ എന്ന് പറയുന്ന പോലെ പ്രൈസ് ആക്ഷനാണ് മെയിൻ. പിന്നെ നമ്മളിതിനൊരു റെസിസ്റ്റൻസ് നമ്മൾ ഇങ്ങോട്ട് വരയ്ക്കുന്നു. ചുമ്മാ എപ്പോഴും ക്ലോൺ ചെയ്തെടുത്ത് വെച്ചാൽ പോരാ. റെസിസ്റ്റൻസ് എപ്പോഴും നമുക്ക് ഇപ്പുറത്ത് ഒരു റെസിസ്റ്റൻസ് ആണോ എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും നോക്കണം. ഇപ്പം ഓൾമോസ്റ്റ് ഓക്കെയാണ്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഒരു സ്ട്രോങ് ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഇതെന്തോ UC അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആയിക്കോട്ടെ. അപ്പം നമുക്ക് വേറൊരു കളറിൽ, നമ്മളെ കളർഫുള്ളാണല്ലോ ഫുള്ള്, വേറൊരു കളറിൽ നമുക്ക് ഇവിടെ നമുക്കൊരു റെസിസ്റ്റൻസ് കാണാം. ഇപ്പോൾ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു മോശം കാര്യമായിട്ടൊന്നും ആരും കൂട്ടരുത്. കാരണം റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും നമുക്കൊരു എൻട്രിയും കൂടെ തരുന്നൊരു കാര്യമാണ്. റെസിസ്റ്റൻസ് വന്നു ഇപ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോ ഓൾ ടൈം ഹൈ എന്ന് പറഞ്ഞാൽ എല്ലാ ഓൾ ടൈം ഹൈയും ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് പുതിയ ഹൈകളെല്ലാം വരുന്നത്. അതെല്ലാം ഓർക്കുക. ചിലപ്പോൾ ഞാനൊരു വീഡിയോയിൽ ഇങ്ങനെ പെട്ടെന്ന് കയറി പറയാത്ത കാര്യം ചിലപ്പോൾ പല വീഡിയോസിലും നമ്മളിങ്ങനെ പറയും. കാരണം ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും ചെറുത് എല്ലാവർക്കും കാണാമെന്നൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്ന വീഡിയോസ് എല്ലാം മുഴുവനായിട്ട് തന്നെ കാണുക എന്നുള്ളൊരു കാര്യം. ഇവിടെ നല്ലൊരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് വിത്ത് വോളിയം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിന് ഈ ഒരു ലൈൻ്റെ മുകളിൽ ഈ ഒരു യെല്ലോ ലൈൻ നല്ല ശരിക്കും പറയേണ്ടത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു ബ്രേക്ക് ഔട്ട് ഏരിയയിൽ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് നല്ലൊരു പോക്കിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അടുത്തൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ചെക്ക് ചെയ്യാമല്ലോ. ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് തന്നെ ഏതാണ്ട് ഒരുപാട് മുകളിലാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇവിടെ ഈ ഒരു ഏരിയ ബ്രേക്ക് ആയത് നമുക്ക് ഈ ഒരു ഏരിയ വരെയൊക്കെ നമുക്ക് മിനിമം നമുക്കത് കൊണ്ടുപോകാം. അപ്പം ഒരിക്കലും അവിടെ കയറി നിർത്തി അവിടെ വരെ പോകുന്നല്ല. നമ്മുടെ ഒരു തൊട്ടടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിലവിൽ ഇപ്പോൾ അവിടെ വരെയാണ് ഉള്ളത്. അപ്പം നമ്മളിപ്പോൾ താഴെ നിന്ന് വാങ്ങിച്ചവരൊക്കെയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ താഴെ ഇവിടെ ഈ ഒരു ഏരിയയിൽ എവിടെയും വാങ്ങിച്ചിട്ടുള്ളവരാണ് ഇപ്പോൾ പേടിക്കേണ്ട. ഇവിടെ വരെ പോയിട്ട് പിന്നെയും തിരിച്ച് വരുവാണ്. ഇപ്പോൾ ലോങ് ടൈം ഹോൾഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ പേടിക്കേണ്ട. ഇങ്ങനെ പൊക്കോളൂ. ബൈ ചാൻസ് ഇപ്പം താഴോട്ട് പോകുന്ന കേസാണ് നമ്മളിപ്പോഴും ഫസ്റ്റ് പറയാറുള്ളത്. പക്ഷെ അത് പോട്ടെ. ഇപ്പോൾ ഒരു ബ്രേക്ക് നടക്കുവാണെന്നുണ്ടെങ്കിലും അതിൽ ഇംപ്രവൈസ് ചെയ്യുക. ഇപ്പം നിങ്ങളിപ്പോൾ കമൻറ്റായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്തേക്ക് ഇപ്പോൾ അത് കുറേ നാളെടുക്കും. ആ ഒരു സമയത്തേക്ക് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള അനാലിസിസ് നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് നോക്കാം. നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വീഡിയോസ് നമുക്ക് ചെയ്യാം. നിങ്ങളപ്പോൾ നന്നായിട്ട് കണ്ട് പഠിക്കുക. അപ്പോൾ താഴോട്ട് ഞാൻ പറഞ്ഞില്ല എല്ലാത്തിനകത്തും പറയില്ല പേടിക്കേണ്ട ഒരു സമയം എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഈ ഒരു ലൈൻ റെഡ് ലൈൻ എന്നൊക്കെ പറയുന്നത് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ മാത്രം ഒന്ന് അലേർട്ടാകുക. പിന്നെ നിങ്ങളുടെ ഒരു പ്രോഫിറ്റ്, നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവലുള്ളൊരു പ്രോഫിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഈ ഒരു സ്റ്റോപ്പ് ലോസ് അത് രണ്ടിലേതിലൊരെണ്ണം വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി എടുക്കുക. ഇവിടെ ചാടിക്കയറണമെന്ന് ഞാൻ പറയത്തില്ല. ചിലപ്പോൾ അത് ഇച്ചിരി താന്നു വരാം. നമുക്കതൊന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങളുടെ ഒരു വ്യൂവിനനുസരിച്ചിട്ട്, കാരണം എല്ലാത്തിനകത്തും നമുക്കൊരു ഐഡിയയുടെ കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ചെറിയ സ്റ്റോപ്പ് ലോസുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെറിയ ടൈം ഫ്രെയിമിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പല എൻട്രികളൊക്കെ നിങ്ങൾക്ക് പലയിടത്തും കണ്ടെത്താൻ പറ്റിയേക്കും. അപ്പോൾ പല ടൈം ഫ്രെയിമിൽ ജസ്റ്റ് ഒന്ന് പോവുക, നിങ്ങളുടെ ഒരു എൻട്രി നോക്കുക.
അപ്പോൾ ഇതേപോലെയാണ് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം, കാരണം ഇതാ കറക്റ്റെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല, നിങ്ങളുടെ ഒരു വര, കാരണം എൻ്റെ ഒരു വ്യൂ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. കാരണം ഞാൻ വരച്ച വരയിലൂടെ തന്നെയല്ല ഷെയർ മുകളിലോട്ട് പോകുന്നത്, ഒരു ഫോർകാസ്റ്റിംഗ് ഞാൻ ഇട്ടെന്നേ ഉള്ളൂ. കാരണം ഞാനല്ലല്ലോ ഇന്ത്യൻ ഷെയർ മാർക്കറ്റ് നിയന്ത്രിക്കുന്നത്. അപ്പം എൻ്റെ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നു. അപ്പം നിങ്ങൾ കോൺഫിഡൻസോടെ തന്നെ എപ്പോഴും ഒരു എൻട്രി എടുക്കുക. ഞാൻ വരച്ചത് കൊണ്ട് കോൺഫിഡൻസ് എടുക്കാനല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഒരു വ്യൂവിന് എപ്പോഴും കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളൊരു എൻട്രി എപ്പോഴും എടുക്കുക. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, നല്ല രീതിക്ക് ട്രേഡ് ചെയ്യുക, നിങ്ങളുടെ റിസ്ക് എപ്പോഴും നന്നായിട്ട് മാനേജ് ചെയ്യുക. അപ്പം ലോങ് ടൈമിൽ നിങ്ങൾക്ക് നല്ലൊരു ട്രേഡർ ആകാൻ ഉറപ്പായിട്ടും പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെക്കാം, നിങ്ങൾക്കപ്പം ഒരു ഇതേപോലെയൊക്കെ ജസ്റ്റ് ഒന്ന് ഏകദേശം നിങ്ങൾക്കൊക്കെ ഒന്ന് വരയ്ക്കാൻ പറ്റും. എൻട്രി കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മടിക്കണ്ട, ആ ഒരു സ്റ്റോക്ക് വിട്ട് കളയുക. മറ്റൊരുപാട് സ്റ്റോക്കുകൾ വരും, അതിൽ എൻട്രി എടുക്കുക. അപ്പം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.